യൂണിക്കോൺ. ഇത് നമ്മുടെ ഒരു യൂണിക്കോൺ ഡോളാണ്. ഫസ്റ്റ് യൂണിക്കോണിന്റെ ഫാക്ട്സിനെ കുറിച്ച് ഞാൻ പറയാം. യൂണിക്കോൺ എന്ന് വെച്ചാൽ ഒരു ഹോഴ്സിന്റെ സ്പീഷീസ് ആണ്. ഹോണും ബോഡിയും എല്ലാം ഹോഴ്സിന്റെ ഒരു സ്പീഷീസിൽ പെട്ടതാണ്. പിന്നെ ഈ യൂണിക്കോണിന്റെ ഈ ഹോണിന് ഭയങ്കര മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വെസ്റ്റേൺ കൺട്രീസിലെ വെസ്റ്റേൺ ഉള്ള ആൾക്കാരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഹോണ് നമുക്ക് ഈ വിഷമിറക്കാനും പാമ്പിന്റെ ഒക്കെ വിഷമിറക്കാനും മരണകാരകമായ അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാനും വലിയ വലിയ മുറിവുകൾ ഉണങ്ങാനും ഒക്കെ ഈ ഹോൺ ഭയങ്കര മെഡിസിൻ ആണെന്നൊക്കെയാണ് നമ്മുടെ ഈ വെസ്റ്റേൺ കൺട്രീസുകളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇതിന് ചിറകില്ലെങ്കിലും ഇത് പറക്കുമെന്നാണ് പറയുന്നത്. ഇത് ബൈബിളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബോൺസേജ് ഇൻഡസ് വാലി സിവിലൈസേഷൻസില് ബോൺസേജില് ഇതിന്റെ ശില്പം കൊത്തി വെച്ചിട്ടുണ്ട്. യൂണിക്കോൺ എന്ന് വെച്ചാല് സ്കോട്ട്ലാൻഡിന്റെ ഒഫീഷ്യൽ ആനിമൽ ആണ്. ഇതിന്റെ ബ്ലഡിനും ഹോണിനും ഒക്കെ മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഫ്ലോക്ക് ടെയിൽസിലും ഫീബിൾസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ഇതൊരു സ്റ്റാർട്ടപ്പ് 1 ബില്യൺ ഓർ മോർ സ്റ്റാർട്ടപ്പ് കമ്പനി ആണ് ഇതെന്ന് വെച്ചാൽ യൂണിക്കോൺ എന്ന് വെച്ചാല് അതൊരു ആപ്പിളിന്റെയും കൂടെ കമ്പനിയാണ്. ആപ്പിളിന്റെ പരസ്യം ഇറക്കുന്നൊരു കമ്പനിയാണത്. ഇത് അപ്പം യൂണിക്കോണിന്റെ ഹൗളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ യൂണിക്കോണിന്റെ സാധനം വാങ്ങിച്ചെന്ന് വെച്ചാല് ഇംഗ്ലീഷ് ചാനൽസിൽ നിന്നൊക്കെ ഞാൻ കണ്ടാണ്. ഇത് എന്ന് പറഞ്ഞാല് യൂണിക്കോൺ നൈറ്റ് മാസ്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇത് യൂണിക്കോൺ നൈറ്റ് മാസ്ക് എന്നുള്ളതാണ്. ഇത് വലിയ ഇതൊന്നും ഇല്ല. ഇതിനകത്ത് ഇങ്ങനെ ഒരു ജെല്ലുണ്ട്. ഇപ്പൊ ആ ജെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിനകത്തൊരു ഇത്തരം ജെല്ലുണ്ട്. ആ ജെല്ലൊക്കെ ഇപ്പൊ പോയി. ഇതിങ്ങനെ കണ്ണി വെച്ചിട്ട് നമുക്കിങ്ങനെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നതാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ണ് ചൂടായിട്ട് കണ്ണ് നമ്മൾ മാറ്റി വെക്കും. ഇത് നമുക്ക് ഇനി പിന്നെ ഉപയോഗപ്പെടുത്തുന്നത് കണ്ണ് കെട്ടി കളിക്കും. അങ്ങനെയുള്ള കണ്ണ് മൂടാനുള്ള ഇതിനൊക്കെയാണ്. നമുക്ക് ഇങ്ങനെ അടിച്ചു വെക്കാം. അതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത്. ഇംഗ്ലീഷ് ചാനൽസിൽ നിന്ന് ഞാൻ അറിഞ്ഞപ്പെട്ടതാണ്. പിന്നെ ഇതാ യൂണിക്കോണിന്റെ ഡോളുണ്ട്. ഇത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇതാ യൂണിക്കോണിന്റെ 2 പേനകളുണ്ട്. ഈ ഒരു പേന എന്ന് പറഞ്ഞാൽ ഇത് കളർ പേനയാണ്. അതായത് ഈ കളർ തീർന്നാൽ നമുക്ക് ഈ കളർ വരും, ഈ കളർ തീർന്നാൽ ഈ കളർ വരും. അങ്ങനെ ഓരോ കളർ പേനയാണ്. എഴുതി കാണിച്ചു തരാം. കണ്ടോളൂ. കണ്ടോ, ഇതുപോലെ നല്ല കളർ വരും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഒരു ടൈപ്പ് പെൻസിൽ ഇഷ്ടപ്പെട്ടതാണ്. ഇതെന്ന് പറഞ്ഞാൽ ബ്ലൂ പേനയാണ്. നമുക്ക് തുറന്ന് ചെയ്താം. പിന്നെ ഇതിന് ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. ഈ സ്വിച്ച് അമർത്തിയ ഇതിനകത്ത് ലൈറ്റ് കത്തും. കണ്ടില്ലേ? ഈ ലൈറ്റ് അടിച്ചിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, നല്ല ക്ലിയർ ആയിട്ട് തന്നെ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ 2 പേന എനിക്ക് എൻ്റെ അപ്പ ഗിഫ്റ്റ് തന്നെയാണ്. എനിക്കിത് രണ്ടും നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. പിന്നെ ഇതാ യൂണിക്കോണിന്റെ ഒരു ബുക്കുണ്ട്. യൂണിക്കോണിന്റെ കവർ പേജ് ഉള്ള ഒരു ബുക്ക്. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ യൂണിക്കോണിനെ വരച്ച് ഒരു ബുക്ക് ഇങ്ങനെ ആക്കിയതാണ്. കവർ പേജ് വൃത്തികേടായി പോയി. നല്ല ചെയ്യായിരുന്നു, ഞാൻ ചെയ്തില്ല. പിന്നെ അത് യൂണിക്കോണിന്റെ പൗച്ചാണ്. ഇത് നമുക്കിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. ഇതോ. പിന്നെ നമുക്ക് ഇത് ഫിഡ്ജറ്റ് ടോയ് ആണ്. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന്റെ കുറെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കീ ചെയിൻ ആയിട്ട് എടുക്കാം, ഡെസ്ക് ടോയ് ആയിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് നമുക്ക് കുട്ടികൾക്ക് ഫസ്റ്റ് ഒരു ഹാർഡ്നെസ് ഉണ്ടാകും ചെയ്യാൻ വേണ്ടിയിട്ട്. പസലാണ്. പക്ഷെ ഇതെങ്ങനെ ഫസ്റ്റ് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമുക്ക് കുറച്ച് നോക്കി വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത് പ്ലൈവുഡ് വുഡ് എന്താണ് പാർട്സ് ആണ്. ഇത് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് പുറയിലും. അപ്പം എല്ലാവരും ഇത് വാങ്ങിക്കാൻ നോക്കുക. കുട്ടികളുടെ ബുദ്ധിയും എല്ലാം വളരുന്നതായിരിക്കും. കുറച്ച് എൻ്റർടൈൻഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കുറച്ച് നേരം. പിന്നെന്ന് പറഞ്ഞാൽ യൂണിക്കോൺ ഇയറിങ്സ് ആണ്. യൂണിക്കോൺ ഇയറിങ്സ് എന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഇതാണ്. ഇതെൻ്റെ അപ്പ തന്നെയാണ്. ഇത് ഇങ്ങനെ ലോങ് ഇയറിംഗ് ആണ്. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞെണ്ണാണ്. അപ്പം ഈ
രണ്ട് ഇയറിംഗ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. പിന്നെ പറയുന്നത് യൂണിക്കോൺ ബാക്ക് സെക്ഷനിലോട്ട് നോക്കാം. അതല്ല, ഒരു പൗച്ചും കൂടെ ഉണ്ട്. ഇതാണ് പൗച്ച്. ഇതിന്റെ ബാക്ക് സൈഡ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതും തമിഴ്നാട്ടിൽ നിന്നാണ്. ഇത് നമുക്ക് ഇനി വേണമെങ്കിൽ ഇങ്ങനെ തുറന്നിട്ട് തുറക്കാൻ പറ്റുന്നതാണ്. ഒരു പൗച്ചും കൂടെ ഉണ്ട്. അത് ഇതാണ് ഞാനിവിടെ റെഗുലർ ആയിട്ട് സ്കൂളിൽ പോകുന്നത്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഡോണൊക്കെ എനിക്ക് ഭയങ്കര ഇത് നല്ലതുണ്ട്. യൂണിക്കോൺ തുറന്ന് കാണിക്കാം. ഇത് ബ്ലാക്ക് പെൻ ലീക്ക് ആയതാണ്. ഇത് എനിക്ക് ഭയങ്കര വിഷമമായി. ഇവിടെ നല്ല സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇറേസറുകളൊക്കെ വെക്കാം. ഇവിടെ രണ്ട് പേരുണ്ട്. രണ്ടിൽ നമുക്ക് ഇവിടെ സ്കെയിൽ പറ്റുള്ള സാധനങ്ങൾ വെക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂണിക്കോണിന്റെ പൗച്ച് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ബാക്ക് സെക്ഷനോട്ട് വെക്കാം. ഇതാണ് ബാക്ക് സെക്ഷനിലെ ആദ്യത്തെ ബാഗ്. ഇത് പോപ്പിറ്റ് ആണ്. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പോപ്പ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇത് നല്ലതാണ്. ഇതിന്റെ ഹാൻഡ് ഇതൊക്കെ നോക്കൂ. ഇത് ആന്ധ്രാപ്രദേശിൽ പോയപ്പോൾ ഇതിനകത്ത് കുറച്ച് പൈസ ഉണ്ടാച്ചത് തന്നെയാണ്. അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇത് രണ്ടും അപ്പ എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. കൂടുതലും അപ്പ ഗിഫ്റ്റ് തന്നെയാണുള്ളത്. ഇതൊരു യൂണിക്കോൺ ആണ്. ഇതിന്റെ നമുക്ക് നല്ല ബാക്ക് സൈഡ്, ഈ ഫ്രണ്ട് സൈഡ് നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കാം. അതേ മോഡലില് അതേ രീതിയിൽ തന്നെ കളർ ചേഞ്ച് ഉള്ളതാണ് ഇത്. ഇതിന്റെ ബാക്ക് സൈഡ് നമുക്ക് ഇത് തുറന്നിട്ട് അകത്ത് അതേപോലെ തന്നെ സ്പേസ് ഉണ്ട്. പിന്നെ പറഞ്ഞാല് എന്താ പറഞ്ഞാല് നമ്മുടെ യൂണിക്കോണിന്റെ കോമ്പാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നമുക്കിങ്ങനെ യൂണിക്കോണിന്റെ നല്ല പിക്ചറുണ്ട്. നമുക്കിങ്ങനെ ഇത് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. പിന്നെന്ന് പറയുന്നത് എവിടെ ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സസ് ആണുള്ളത്. കോനിയും ഉണ്ട്. അത് ഞാൻ ഇത് എവിടെ നിങ്ങൾക്ക് മറന്നുപോയി. ഇതാണ് ഫസ്റ്റ് ഡ്രസ് എന്ന് പറഞ്ഞാല്. ഒരു ടീഷർട്ടും കൂടെ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല ടീഷർട്ടാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഉപയോഗിക്കണം. ഇത് ഞാൻ പാർട്ടി ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന പാർട്ടി വെയർ ആണ്. ഇത് കുറച്ച് കുറച്ച് ചൂടാണ്. നല്ല റെയിൻബോ കളേഴ്സിൽ വിങ്സ് ഇങ്ങനെ വരുന്നതാണ്. നല്ലതാണ് പാർട്ടിക്കൊക്കെ ഇടാന്. അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളില്. യൂണിക്കോണിന്റെ ഇനിയുണ്ട്. ഞാനിതെല്ലാം ഒന്ന് കാണിച്ചു തരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓൺ.